ഇപ്പോൾ എസ് സുരേഷ് മുതിർന്ന ബി.ജെ.പി നേതാവ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ എസ് സുരേഷ്, അതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്. ഇത്തരത്തിലൊരു ഡീൽ ഏതെങ്കിലും സീറ്റുകളിൽ, അതായത് പ്രത്യേകിച്ച് എല്ലാൽ നന്ദകുമാർ ആരോപിച്ചതുപോലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലേ? അല്ല, അതിലാർക്കാ സംശയം? ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞിട്ടുണ്ട് ഇ.പി. ജയരാജനെ കണ്ടു എന്നുള്ള കാര്യം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലല്ലോ. ഞങ്ങളിവിടെ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ബി.ജെ.പി കേരളത്തിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന, ബി.ജെ.പി കേരളത്തിൽ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. CPM-ന്റെ ജയരാജനെ പോലെയോ ജയരാജനേക്കാൾ മുതിർന്നതോ ജയരാജനോടൊപ്പം നിൽക്കുന്നതോ ആയിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കാറുണ്ട്. ബി.ജെ.പി അവരുമായിട്ട് സംസാരിക്കുന്നതിനോ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നതിനോ അവരുമായിട്ട് ഇടപഴകുന്നതിനോ ബി.ജെ.പി ഒരു രീതിയിലുള്ള സംഘടനാ തലത്തിലുള്ള വിലക്കുകളും ഏർപ്പെടുത്തിയിട്ടില്ല. ശ്രീ സുരേഷ്, അപ്പോഴും ബാക്കിയാവുന്ന ചോദ്യം, എല്ലാവരും ഈ അവസരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്: എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ്. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് അതിൽ വ്യക്തതയുണ്ടോ? അല്ല, അതിപ്പോ മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് എന്ത് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ പ്രകാശ് ജാവ്ദേക്കർ പറയാത്തിടത്തോളം കാലം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇവിടെ വിഷയം ഉദിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെയുള്ള കേരളത്തിലുള്ള ഇന്ന് CPM-ഉം ഇന്ന് കോൺഗ്രസുമായിരിക്കുന്ന എല്ലാവരോടും സംസാരിക്കും. ആരൊക്കെ ബി.ജെ.പിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നോ കൊണ്ടുവരും. ഇനി ബി.ജെ.പിയുമായിട്ടൊരു ചർച്ച മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ അതും ചെയ്യും. ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. ഞങ്ങൾക്കത് പറയാനൊരു മടിയില്ല. കാരണം ഞങ്ങൾക്കറിയാം നാളെയുടെ കേരള രാഷ്ട്രീയം ബി.ജെ.പിയുടേതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നേ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നു, നേതാക്കന്മാരായി ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങളുടെ സമീപനം. ശ്രീ എസ് സുരേഷ്, ഒരു സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറം അതിലുണ്ടോ? കാരണം ഈ ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി ബി.ജെ.പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളായിരുന്നു എന്നൊരു ആരോപണം അവിടെ നിൽക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിലൊരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുമില്ലേ? കാരണം ലാവ്ലിൻ കേസ് ഉൾപ്പെടെ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ, മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി.ജെ.പി CPM ഡീലുണ്ടെന്ന ആരോപണം കൃത്യമായി അവിടെ ഉണ്ടല്ലോ. ഈ ലാവ്ലിൻ കേസൊക്കെ ഇവിടെ അന്വേഷിച്ച് അത് ഒന്നുമില്ലാത്ത ഒരു പുകമറയാണ് എന്ന് വരുത്തി തീർത്തത് ഈ കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് ഈ കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളായിട്ടല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ അതിശക്തമായിട്ടാണ് പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ കുടുംബത്തിന്റെ അഴിമതിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സഖാക്കന്മാർ സഹകരണ ബാങ്ക് കൊള്ളയടിക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാടുകളുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജയിലഴികൾക്കുള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന പിണറായി വിജയനുമായിട്ട് ധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന B.T. ബലറാമിന്റെ കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അഴിമതിക്കാരെല്ലാം ഒരുമിച്ച് ഒരു മുന്നണിയിൽ നിന്നിട്ട് ബി.ജെ.പിയെ വിമർശിക്കാൻ ഈ B.T. ബലറാമിനോ കോൺഗ്രസുകാർക്കോ എന്താ അധികാരം? ആദ്യം നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM-നെ മാറ്റി നിർത്ത്, അല്ലെങ്കിൽ CPM-കാർ ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്ത്. എന്നിട്ട് ബി.ജെ.പിക്കെതിരായിട്ടുള്ള വിമർശനമായിട്ട് മുന്നോട്ട് പോവാ. ബി.ജെ.പി വ്യക്തിപരമായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയുടെ പാർട്ടി എന്ന നിലയിൽ, ബി.ജെ.പിയുടെ ഗവൺമെന്റ് എന്ന നിലയിൽ, ഗവൺമെന്റ് നിയമപരമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ തീവ്രതയിൽ ചെയ്തു പോകുന്നുണ്ട്. ഇതാണ് ബി.ജെ.പി. ഈ ബി.ജെ.പിയെ മനസ്സിലാക്കാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കാൻ കൂടുതൽ വൈകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബി.ജെ.പി വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നതോടൊപ്പം തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിൽ അല്പപ്പോലും വ്യതിചലിക്കുന്നില്ല. അതിശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതല്ലേ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേഷ്, അവസാനമായ ഒരു ചോദ്യം കൂടി. നിങ്ങളുടെ മുതിർന്ന നേതാവ്, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞത്
ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയോളം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ നേതാവ് BJP-യിലേക്ക് വരുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തി. കഴിഞ്ഞ ദിവസം അവരത് EP ജയരാജനാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുതിർന്ന നേതാക്കളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് BJP നേതാക്കൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നോ ആ ചർച്ചകൾ? അതോ ഈ ഡീൽ എന്നതിനപ്പുറം ഈ രാഷ്ട്രീയ ചർച്ചകളാണോ നടന്നത്? EP ജയരാജൻ അത് തള്ളിക്കളയുമ്പോൾ പോലും അത് സ്വാഭാവികമായ ഒരു സംശയമല്ലേ പൊതുസമൂഹത്തിൻ്റെതായി? ഈ പത്മജ വേണുഗോപാൽ BJP-യിൽ വരും എന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? അല്ല, പത്മജ വേണുഗോപാലിനെ പോലെയല്ലോ സാർ. ഈ EP ജയരാജൻ എന്ന് പറയുന്നത് LDF-ന്റെ കൺവീനറാണ്. അനിൽ ആന്റണി BJP-യിലേക്ക് വരും എന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? അൽഫോൺസ് കണ്ണന്താനം BJP-യിൽ വന്നില്ലേ? AP അബ്ദുള്ളക്കുട്ടി CPM-ന്റെ MP ആയിരുന്ന DYF-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അബ്ദുള്ളക്കുട്ടി BJP-യുടെ ഇന്ന് വന്നില്ലേ? അതുപോലെ ജയരാജനെ പോലെയോ ജയരാജനേക്കാൾ സീനിയർ ആയിട്ടുള്ളവരോ ജയരാജനോടൊപ്പം നിൽക്കുന്നവരോ ആയിട്ടുള്ള ആൾക്കാർക്കും BJP-യിലേക്ക് വരാം. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കന്മാർ നാളെ BJP-യിലേക്ക് വരും. ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ചർച്ച കുറച്ച് പുറത്തു വരുമ്പോൾ ആ ചർച്ചയെ ചുറ്റിപ്പറ്റി മാത്രം ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇനിയും കേരളത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ശരി, അതെന്താണെന്നാണ് ആകാംക്ഷയാണുള്ളത്. ഏതായാലും EP ജയരാജനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വളരെയധികം നന്ദി ശ്രീ സുരേഷ്. താങ്കൾ എന്തോ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് അറിയാം. ഈ അവസരത്തിലും ഞങ്ങളോട് പ്രതികരിച്ചതിന്.